വൈകുന്നേരം സമയമായപ്പോഴേ എന്തെങ്കിലുമൊക്കെ പള്ളിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് നേരെ നമ്മളെ സപ്പേർക്കാണ് കയറി. നമ്മളെ സപ്പേർ തന്നെ കേട്ടോ. നേരെ അങ്ങോട്ട് കയറിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ ഉള്ളതെന്ന് ചോദിച്ചു. പൊറാട്ട ഉണ്ട്, നെയ്സ് പത്തിരി ഉണ്ട്, എന്നാൽ പിന്നെ ദോശയുണ്ട്. എന്നാൽ ഇവിടെ ദോശ ഇങ്ങ് വേണ്ടത് നെയ്സ് പത്തിരി എടുത്തോളി എന്ന് പറഞ്ഞിട്ട് നെയ്സ് പത്തിരി പറഞ്ഞു. നല്ല മുടിയും നല്ല വലിപ്പമുള്ള നല്ല വലിയ മുട, ആ മുടിയും നല്ല തേങ്ങരച്ച കറി കേട്ടോ. നെയ്സ് പത്തിരി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങണ്ടല്ലേ, നമ്മൾ ചപ്പാത്തി കമ്പനി ആ സിസ്റ്റം ആണ് കേട്ടോ. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് നമുക്ക് എന്തായാലും ഇതൊന്നും കിട്ടില്ല, അത് വേറെ കാര്യം. അങ്ങനെ എന്തായാലും മുട്ടക്കറിയും സാധനം കൂട്ടിയിട്ടാണ് തിന്ന് അടിച്ച് മാറായിട്ട് തിന്ന്. പക്ഷേ ഇനിയൊരു കാര്യം പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് പായസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കുന്നു കേട്ടോ. അപ്പോൾ വെറുതെ പായസം കിട്ടിയോണ്ട് നമുക്ക് ലാഭമായി. അതുകൊണ്ട് 8 റിയാലാണ് ഇപ്പോൾ ഇതിൻ്റെ വില ഞങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് വിചാരിച്ച് നിൽക്കണ്ട. അങ്ങനെ രാത്രിയായി നേരെ സർപ്പിയേക്കാണ്ട് വിട്ടപ്പോഴാണ് നമ്മൾ ഈ ഐസ്ക്രീം വണ്ടി കാണുന്നത്. ടൂ പണ്ടൊക്കെ നമ്മൾ ഐസ്ക്രീം വണ്ടി ഒന്ന് മണ്ടി പാഞ്ഞ് അങ്ങോട്ട് പോകും. എന്തിനാ ഐസ്ക്രീം ഇട്ടാൽ പണ്ട് ഐസ്ക്രീം JCB ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുമ്പോഴേ പാച്ചിൽ നമ്മൾ വല്ലാത്ത പാച്ചിലാണ്. അങ്ങനെ നേരെ അങ്ങോട്ട് ചെന്ന് ഏത് ഐസ്ക്രീമാണല്ലോ മാങ്കോണ്ട് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഈ ഐസ്ക്രീമിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെ ആയിക്കോട്ടെ, എത്ര റുപ്യ 3 റിയാലാണ്. എന്നാൽ സാധനം എടുത്ത് പറയും. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തിന്നലൊക്കെ ഉണ്ട് കേട്ടോ. അത് പറയുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ടെസ്റ്റല്ല ഈ ടെസ്റ്റ്. അങ്ങനെ ഏതായാലും ഓനോട് കുറച്ചൊക്കെ വർത്താനം പറഞ്ഞിട്ടേ എന്തൊക്കെയോ പറയും. ഓൻ വിചാരിച്ചിട്ട് എന്താ ക്യാമറ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള നോട്ടേക്കാരം. അങ്ങനെ ഏതായാലും കുറേ മൊബൈലിൽ കളിച്ചിട്ട് ഓനെ ഞാൻ വെറുപ്പിച്ചിരിക്കുന്നു. ഏതായാലും സാധനം കണ്ടെടുത്ത് ആ ഒരു നിൽക്കുമ്പോൾ ഒരു തൂറ്റൽ അങ്ങോട്ട് തൂറ്റും. അതല്ല വല്ലാത്തൊരു തൂറ്റലാണ്. ആ സാധനം എടുത്തിട്ട് നേരിട്ട് അടിച്ച് വാങ്ങി. ഏതായാലും ഞാൻ പൈസയാണ് കൊടുത്തത്. ചില്ലറ പൈസ കുറച്ചുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും ചില്ലറ പൈസയും കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് സാധനം വാങ്ങി. ഇതങ്ങോട്ട് ഈമ്പി തിന്നുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്, നല്ല ടേസ്റ്റ്. ജമ്മോ നമ്മൾ തിന്നുന്ന ഐസ്ക്രീമിൻ്റെ മാതിരിയല്ല. അങ്ങനെ കുറേ ഭായിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഇങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട്, എന്തൊക്കെ കാട്ടുണ്ട്. അങ്ങനെ സർഫേയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ തെരുവോര കച്ചവടങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ പോലീസുകാർ നിരത്തി പായ്പുകൊണ്ട് വല്ലാതെ ആൾക്കാരവിടെ കാണില്ല. പച്ചക്കറി വണ്ടിയൊക്കെ എടുത്ത് പായിനെ കാണുന്ന മക്കളെ ഒരു രക്ഷയില്ലാത്ത പാച്ചിലാണ്. ഫുള്ള് എമനികളെ കച്ചവടം. മലയാളീസ് ഒന്നും ഇവിടെ കച്ചവടം ചെയ്യില്ല കേട്ടോ, കാരണം പേടിച്ചിട്ടേ. അങ്ങനെ ഏതായാലും ഞാൻ ഐസ്ക്രീം തുള്ളി തിന്ന് ഏതായാലും കുറച്ചൊക്കെ ഏകദേശം തീർന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ കഥയും ഇവിടുത്തെ സർഫേത്തെ സ്ഥിതി. എന്താല്ലേ കഥ.